ഹലോ ഫ്രണ്ട്സ്, വിൻസ്പയറിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പുതിയൊരു ഇനിഷ്യേറ്റീവിലേക്ക് കടക്കുകയാണ്. PSC ഡിഗ്രി ലെവൽ, +2 ലെവൽ എക്സാമുകൾക്ക് നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഇംഗ്ലീഷ്. പല ആളുകൾക്കും ഇംഗ്ലീഷ് എന്ന് കേൾക്കുമ്പോൾ പേടിയാണ്. ഈവൻ ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക് പോലും ഇംഗ്ലീഷ് ഗ്രാമർ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പിലേക്ക് വരുന്ന സമയത്ത് അതിനെ അപ്രോച്ച് ചെയ്യുന്നതിൽ ചില ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് ഗ്രാമർ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കാത്തത് കൊണ്ടുള്ളൊരു പ്രശ്നമാണ്. ഈവൻ ഇംഗ്ലീഷിൽ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് പോലും ആ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അത് നമ്മുടെ പഠനത്തിൽ നാം മാറ്റം വരുത്തേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് അവ ഓർമ്മിപ്പിക്കുന്നത്. സോ ഇന്നു മുതൽ നമ്മുടെ ഇംഗ്ലീഷ് ഗ്രാമറിൽ PSC സിലബസ് പ്രകാരമുള്ള ഇംഗ്ലീഷ് ഗ്രാമറിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഏരിയാസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വിൻസ്പയറിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ സിലബസ് മൊത്തവും നമ്മൾ കവർ ചെയ്യും എന്നുള്ളൊരു പ്രോമിസ് ഞാൻ നിങ്ങൾക്ക് തരുന്നില്ല. മറിച്ച് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്യും. അതിൻ്റെ PYQ ഡിസ്കസ് ചെയ്യും. ആ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ അത്തരം ഏരിയാസ് നിങ്ങൾക്ക് വേറെ എവിടെയും റെഫർ ചെയ്യേണ്ടി വരില്ല. സോ ഒരു 5 വർഷത്തിലേറെയായി SCERT ഇംഗ്ലീഷും അതേപോലെ തുല്യതാ പരീക്ഷയിലെ പാഠപുസ്തകങ്ങളും പിന്നെ PSC ക്ലാസ്സുകളിലും കൈകാര്യം ചെയ്ത ഒരു എക്സ്പീരിയൻസും ഉണ്ട്. അതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ തികച്ചും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് തരാൻ പോവുകയാണ്. സോ അത് പ്രയോജനപ്പെടുത്തുന്ന ആളുകൾക്ക് പ്രയോജനപ്പെടുത്താം. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, നമ്മുടെ ക്ലാസ്സുകൾ ഇൻഡെപ്തിലുള്ള ക്ലാസ്സുകളായിരിക്കും. ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് ചില ആളുകൾ പറയാറുണ്ട്, നമുക്ക് വളരെ ജയിക്കാനുള്ള മാർക്ക് മാത്രം അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാനുള്ള ആ ഒരു നോളജ് മാത്രം മതി, അല്ലെങ്കിൽ കുറച്ച് കോഡുകൾ മാത്രം മതി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അതൊക്കെ ഒരു അബദ്ധമായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ചോദ്യം എത്ര കുഴപ്പിക്കുന്ന രീതിയിൽ വന്നാലും നമുക്ക് തെറ്റില്ല. ഇംഗ്ലീഷ് പോലുള്ള ഏരിയാസിന്റെ ഒരു സുഖം അതാണ്. ഇംഗ്ലീഷ് മാത്സ് ഒക്കെ സുഖം അതാണ്. നമ്മൾ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ഏത് വിധത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കഴിയും. എന്ന് കരുതി നമ്മളിവിടെ കോഡുകൾ പറയില്ല എന്നല്ല അതിനർത്ഥം, എളുപ്പവഴികൾ പറയില്ല എന്നല്ല അതിനർത്ഥം. വളരെ സിമ്പിളായിട്ട് എന്നാൽ ഇൻഡെപ്തിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. സോ അത്തരത്തിലുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നത് എങ്കിൽ തീർച്ചയായിട്ടും വിൻസ്പയർ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും എന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. സോ ഇന്ന് നമ്മുടെ ആ ഒരു പുതിയൊരു പ്ലാനിനെ കുറിച്ച് നിങ്ങളോട് പറയുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പം എന്തായാലും വീക്ക്ലി ഒരു ക്ലാസ് എന്ന രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നീട് നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് അനുസരിച്ച് നമുക്ക് ക്ലാസ്സിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. സോ ഇന്ന് ജസ്റ്റ് ഇംഗ്ലീഷ് ഗ്രാമർ സിലബസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇംഗ്ലീഷ് സിലബസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ സിലബസ് അറിയുക എന്നുള്ളത് പഠനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമ്മൾ ഏത് വിഷയം പഠിക്കുകയാണെങ്കിലും അവിടെ സിലബസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇംഗ്ലീഷിലേക്ക് വരുന്ന സമയത്ത് ജനറൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ബേസിക് ഗ്രാമർ എന്നൊരു ഏരിയയും വൊക്കാബുലറി എന്ന ഏരിയയും കാണാൻ കഴിയും. ഈ ബേസിക് ഗ്രാമറിലാണ് നമുക്ക് കൃത്യമായിട്ടുള്ള ഗ്രാമർ ഭാഗങ്ങൾ വരുന്നത്. അപ്പൊ ഇവിടെ ഞാൻ ആ ഒരു സിലബസ് കൊടുത്തിട്ടുണ്ട്. ടൈപ്സ് ഓഫ് സെന്റൻസസ്, ഇന്റർചേഞ്ച് ഓഫ് സെന്റൻസസ്, ഇങ്ങനെ പറഞ്ഞ ഓരോ പേരുകൾ കാണാം. ഇതെല്ലാം കൃത്യമായിട്ടും SCERT പാഠഭാഗത്തിൽ നിന്നും എടുത്തിട്ടുള്ള റൂൾസ് ഒക്കെ തന്നെയാണ് PSC ചോദിക്കാറ്. സോ നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിലൂടെ അത്തരത്തിലുള്ള ഏരിയാസ് എല്ലാം കവർ ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഓരോ ക്ലാസ്സുകളും കിട്ടാൻ പോകുന്നത്. അതിന്റെ നോട്ട്സ് നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നതുമാണ്. സോ ഞാൻ സിലബസ് ജസ്റ്റ് ഒന്ന് പറയാം. ആദ്യമായിട്ട് ടൈപ്സ് ഓഫ് സെന്റൻസ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. സെന്റൻസ് കോമ്പൗണ്ട്, കോംപ്ലക്സ് അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ. കോമ്പൗണ്ട്, കോംപ്ലക്സ്, സിമ്പിൾ സെന്റൻസ്, അതേപോലെ സെന്റൻസ് അസേർട്ടീവ് സെന്റൻസ്, ഡിക്ലറേറ്റീവ് സെന്റൻസ്, അങ്ങനെ ഒരു ടൈപ്പ് ഉണ്ട്. അപ്പൊ അതിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഏരിയയാണ് ടൈപ്സ് ഓഫ് സെന്റൻസ്. ദെൻ ഇന്റർചേഞ്ച് ഓഫ് സെന്റൻസ്. ഇപ്പോൾ സിമ്പിൾ സെന്റൻസിനെ കോമ്പൗണ്ട് ആക്കി മാറ്റുക, കോമ്പൗണ്ടിനെ കോംപ്ലക്സ് ആക്കി മാറ്റുക, അത് ഇന്റർചേഞ്ച് ഓഫ് സെന്റൻസസിൽ ഉൾപ്പെടുന്നതാണ്. അതേപോലെ ഏതൊരു സെന്റൻസിനെയും
മറ്റൊരു ടൈപ്പിലേക്ക് മാറ്റുക എന്ന്. ഇപ്പോൾ ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസ് ആക്കി മാറ്റുക, ഡയറക്റ്റിനെ ഇൻഡയറക്റ്റ് ആക്കുക, അതും നമുക്ക് വേണമെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. എന്നാലും നമ്മുടെ സിലബസ് കൊണ്ടുള്ള ഉദ്ദേശം സിമ്പിളിനെ കോമ്പൗണ്ട് ആക്കുക, കോമ്പൗണ്ടിനെ കോംപ്ലക്സ് ആക്കുക എന്നുള്ളതായിരിക്കും. ദെൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ച്. ഇംഗ്ലീഷിലെ പ്രധാനപ്പെട്ട പാർട്സ് ഓഫ് സ്പീച്ചുകൾ 8 എണ്ണമാണ് അല്ലെ, 8 എണ്ണമാണ്. നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ചിൽ നിന്നായിരിക്കും നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റ് അഥവാ കോൺകേർഡ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ടാവും. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബും സിംഗുലർ ആയിരിക്കണം, പ്ലൂറൽ ആണെങ്കിൽ അതേപോലെ വേർബും പ്ലൂറൽ ആയിരിക്കണം. അതാണ് അവിടുത്തെ ബേസിക് റൂൾസ്. ദെൻ അഡ്ജക്റ്റീവ്സ് ആൻഡ് ആഡ്വേർബ്സ്, ക്രിയ നാമ വിശേഷണങ്ങൾ. പല ആളുകൾക്കും വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഏരിയയാണ് അഡ്ജക്റ്റീവ്സ് ആൻഡ് അഡ്വേർബ്സ്. ദെൻ അഡ്വേർബ്സ് ആൻഡ് പൊസിഷൻ ഓഫ് അഡ്വേർബ്സ്. എന്താണ് അഡ്വേർബ്സ്? അഡ്വേർബ്സ് എവിടെയാണ് വരുന്നത്? ഒരു വേർബിന്റെ തുടക്കത്തിലാണോ ഒടുക്കത്തിലാണോ വരേണ്ടത്? അത്തരം ചർച്ചകളാണ് അവിടെ വരുന്നത്. Then definite and the indefinite articles A and D. ഇതാണ് ഇംഗ്ലീഷിലെ പ്രധാനപ്പെട്ട 3 ആർട്ടിക്കിൾസ്. ആ ആർട്ടിക്കിൾസിനെ കുറിച്ചുള്ള പഠനമാണ് അവിടെ വരുന്നത്. ദെൻ പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വേർബ്സ്. ഓക്സിലറി വേർബ്സ് 2 വിധത്തിലുണ്ട്. പ്രൈമറി, ആമി സാർ വാസ് വെയർ പോലുള്ള പ്രൈമറി ഓക്സിലറീസും ഉണ്ട്. വില്ല് വുഡ് ക്യാൻ ഷുഡ് പോലുള്ള മോഡൽ ഓക്സിലറീസും ഉണ്ട്. അപ്പൊ അതിനെ കൃത്യമായിട്ട് പഠിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു പാർട്സ് ഓഫ് സ്പീച്ച് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി ഇതെല്ലാം കവർ ചെയ്ത് വരാറുണ്ട് കേട്ടോ. നമ്മുടെ ക്ലാസ്സുകളിൽ അങ്ങനെയാണ് വരുന്നത്. ദെൻ ക്വസ്റ്റ്യൻ ടാഗ്സ്. സ്ഥിരം എല്ലാ എക്സാമുകൾക്കും ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ഏരിയയാണ് ക്വസ്റ്റ്യൻ ടാഗ്. ദെൻ ഇൻഫിനിറ്റീവ് ആൻഡ് ജെറൻസ്. നമ്മൾ ING ഉപയോഗിച്ചുള്ള വേർബ്സ് ഉപയോഗിക്കുന്നത്. അതേപോലെ പലതരത്തിലുള്ള 2+V1, 4+ ജെറൻഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. ദെൻ ടെൻസസ് ആൻഡ് പ്രിപ്പോസിഷൻ. ടെൻസും പ്രിപ്പോസിഷനും. പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് കടൽ പോലെ കടക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് പിക്ക് ചെയ്ത് പഠിക്കുക എന്നുള്ളത് ഒരു ടാസ്ക് ആണ്. അപ്പൊ അത് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുക. ദെൻ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്. സ്ഥിരം എക്സാമിന് ചോദിക്കുന്നതാണ് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ദെൻ ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ്, കണ്ടീഷണൽ ക്ലോസ്, അതേപോലെ കോർ റിലേറ്റീവ്സ്. അതൊക്കെ നമ്മുടെ ഗ്രാമറിൽ വരുന്നതാണ് കേട്ടോ. അത് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ അതൊക്കെയുണ്ട്. കണ്ടീഷണൽ ക്ലോസ് വരുന്നുണ്ട്, ഇഫ് ക്ലോസ് വരുന്നുണ്ട്. അതേപോലെ യൂസ് ഓഫ് കോർ റിലേറ്റീവ്സ്, എയ്തർ ഓർ പോലുള്ളത്. അതേപോലെ നോട്ട് ഓൺലി ബട്ട് ആൾസോ, ടു ഈവൻ ദോ, ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ. ദെൻ വൊക്കാബുലറിയിലേക്ക് വരുന്ന സമയത്ത് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇംഗ്ലീഷിലെ പദങ്ങൾ, പദസമ്പത്ത് എന്നാണ് വൊക്കാബുലറിയുടെ മലയാളം. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറേ വേർഡ്സ് നമുക്ക് ഉണ്ട് ഇംഗ്ലീഷിലല്ല എല്ലാ ലാംഗ്വേജിലും ഉണ്ട് അല്ലേ. അപ്പൊ അതിൽ നിന്നും PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന SCERT പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് കൃത്യമായിട്ട് നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഓർക്കാൻ വളരെ സുഖമുള്ള രീതിയിലുള്ള കോഡുകളും സൂത്രവാക്യങ്ങളും പറഞ്ഞുകൊണ്ടായിരിക്കും നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ സിലബസ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല. 1-2 ടോപ്പിക്ക് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്കിലും അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നീട് നമ്മുടെ ഫുൾ ടോപ്പിക്ക് കവർ ചെയ്യുന്ന രീതിയിലുള്ള PYQs നിങ്ങളുടെ മുന്നിൽ കിട്ടുന്നതാണ്. പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലുള്ള, അതേപോലെ ഫയർമാൻ, CPO പോലുള്ള യൂണിഫോം പോസ്റ്റുകളൊക്കെ ഇനി വിളിക്കാനിരിക്കുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം പ്രയോജനമുള്ളതായിരിക്കും നമ്മൾ ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്ന ഇംഗ്ലീഷ് ക്ലാസ്സുകൾ. ദെൻ വൊക്കാബുലറിയിലേക്ക് വരുന്ന സമയത്ത് സിംഗുലർ, പ്ലൂറൽ, ഏകവചനം, ബഹുവചനം. ദെൻ ചേഞ്ച് ഓഫ് ജെൻഡർ, സ്ത്രീലിംഗം, പുല്ലിംഗം, കളക്റ്റീവ് നൗൺസ്. അല്ലെ, നമുക്കറിയാം എ പാക്ക് ഓഫ് ബോംബ്സ് എന്നൊക്കെ പറയാൻ നമ്മൾ പറയാറുണ്ട്. എ സ്കൂൾ ഓഫ് ഫിഷസ്. ദെൻ വേർഡ് ഫോർമേഷൻസ് ആൻഡ് യൂസ് ഓഫ് പ്രിഫിക്സ് ആൻഡ് സഫിക്സ്. പ്രിഫിക്സ്, സഫിക്സ്. ഇപ്പൊ ഇൻകംപ്ലീറ്റ്, കംപ്ലീറ്റഡ്, അങ്ങനെയുള്ള സാധനങ്ങൾ. ഇപ്പൊ കംപ്ലീറ്റിന്റെ മുന്നിലും പിന്നിലും വേർഡ്സ് ചേർത്തുകൊണ്ട് നമ്മൾ പുതിയ വാക്ക് നിർമ്മിക്കുന്നു. അതാണ് പ്രിഫിക്സ്, സഫിക്സ്. അതിന് അഫിക്സേഷൻ എന്ന് പറയും. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ അത് പറയും. ദെൻ കോമ്പൗണ്ട് വേർഡ്സ്, 2 നൗൺസ്, 2 വേർഡ്സ് തമ്മിൽ മിക്സ് ചെയ്തുകൊണ്ട് പുതിയ വാക്ക് ഉണ്ടാക്കുന്നതാണ് കോമ്പൗണ്ട് വേർഡ്. ദെൻ ആന്റോണിംസ് ആൻഡ് സിനോണിംസ്. ആന്റോണിംസ് എന്ന് പറഞ്ഞാൽ വിപരീതം, സിനോണിംസ് എന്ന് പറഞ്ഞാൽ പര്യായ പദങ്ങൾ. ദെൻ ഫ്രൈസൽ വേർബ്സ്, ഫോറിൻ വേർഡ്സ്, ഫ്രൈസസ്, ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. അപ്പോൾ ഒരു സെന്റൻസിന് പകരമായിട്ട് ഒറ്റ വാക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്നതാണ് 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുന്നത്. ദെൻ കറക്റ്റ് സ്പെല്ലിംഗ്, സ്പെല്ലിംഗ് കറക്റ്റ് ചെയ്യുക. മിസ്പെൽഡ് അല്ലേ, അതൊക്കെ സ്ഥിരം നമുക്ക് ചോദിക്കുന്ന കുറേ ഏരിയാസ് ഉണ്ട്. ദെൻ ഇഡിയംസ് ആൻഡ് മീനിങ്സ്, ചില ശൈലികളും അവയുടെ അർത്ഥങ്ങളും. പിന്നെ ട്രാൻസ്ലേഷൻ ഓഫ് എ സെന്റൻസ് ഓർ എ പ്രോവേർബ് ടു മലയാളം. ഒരു സെന്റൻസോ
ഒരു പ്രൊവേർബോ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഇത്തരം ഏരിയാസ് ആണ് നമുക്ക് ഇംഗ്ലീഷ് ഗ്രാമർ വൊക്കാബുലറിയിൽ നിന്നും സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. സോ നമുക്ക് തൊട്ടടുത്ത ആഴ്ചയിൽ തന്നെ നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സ്ഥിരം ക്ലാസ്സുകൾ നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾക്കത് യൂസ്ഫുൾ ആണ് എങ്കിൽ നിങ്ങളുടെ കമൻറ്റിലൂടെ അത് അറിയിക്കുക. പഠിക്കുന്നവരിലേക്ക് അത് ഷെയർ ചെയ്യുക. സോ നന്നായിട്ട് പഠിക്കുക. തൊട്ടടുത്ത റാങ്ക് ലിസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഏവർക്കും വിജയാശംസകൾ. ഗുഡ് ബൈ.